ഗുഡ് നൈറ്റും പറഞ്ഞ് കിടന്നുറങ്ങേണ്ട നേരത്ത് നമുക്കൊന്ന് കോഴിക്കോട് പോയാലോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദ്യാസ് ലൈഫ് ഡയറീസ്. കോഴിക്കോട് പോകുന്നത് വേറൊന്നുമല്ല, എയർപോർട്ടിൽ നിന്ന് അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. ഒരു 10:30 PM ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ അതേ ഞങ്ങൾ എയർപോർട്ട് റോഡിലുള്ള ചായ പോർട്ടിൽ നിർത്തിയേക്കാണ്. ഏതെങ്കിലും ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് കാണാലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയത്. ബൈ ദ വേ, ഒരു മിറർ കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ പോകുന്ന വഴി ചിന്നുവിന് നല്ല വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കയറി ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. പക്ഷെ വിചാരിച്ചതുപോലെ കാര്യം നടന്നില്ല. ഒരു ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് ആ നേരത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ വിഷമൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഞങ്ങൾ ചിക്കൻ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എന്നറിഞ്ഞ് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഫ്ലൈറ്റ്സ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്ത് പോകാൻ കാണുന്ന പറ്റിയ സ്ഥലത്താണ് ആ ചായ പോർട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിത് എയർപോർട്ട് എത്തി. ചെറുതായിട്ടൊരു കാറ്റും മഴയൊക്കെ കണ്ടപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവാൻ സാധ്യത ഉണ്ടോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടുള്ള ലാൻഡിംഗ് ടൈമിന് മുന്നേ തന്നെ പൈലറ്റ് പാസഞ്ചേഴ്സിനെ എല്ലാവരും സേഫ് ആക്കിയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടുകളൊക്കെ നൈറ്റ് കാണാൻ അല്ലെങ്കിലും അടിപൊളിയാണ്. പക്ഷെ ഇപ്പം ഞാൻ ഏവിയേഷൻ പഠിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നി. ഫ്ലൈറ്റൊക്കെ നേരത്തെ ലാൻഡ് ചെയ്തതുകൊണ്ട് ബാഗേജ് കളക്ട് ചെയ്തിട്ട് അച്ഛന് പുറത്തോട്ട് വരുന്ന നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ നേരം വരെ എയർപോർട്ടിനുള്ളിലേക്ക് എത്രത്തോളം എത്തി നോക്കാൻ പറ്റുമോ അത്രത്തോളം എത്തി നോക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നിരുന്നത്. അറ്റ് ലാസ്റ്റ് അച്ഛൻ വന്നു. ഇനി അച്ഛനെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ചു പോരുകയാണ്. അങ്ങനെ അതേ ടൈം നെക്സ്റ്റ് ഡേ 1 o'clock ആയതുകൊണ്ട് എല്ലാവർക്കും ഉറക്കമൊക്കെ വന്ന് എല്ലാവരും ടയേർഡ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്ടോ തോന്നുന്നു. ഞാൻ വീടെത്തുന്ന വരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എല്ലാവരും പോയി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാനും പോയി ഡ്രസ്സൊക്കെ മാറ്റി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കോഴിക്കോട് എയർപോർട്ട് ജേണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.